ഹലോ, വെൽക്കം ടു CC Plus. എൻ്റെ പേര് സുമിത. ഏപ്രിൽ 5-ാം തീയതി സൈനിക് സ്കൂൾ എൻട്രൻസ് എക്സാം നടക്കാൻ പോവാണല്ലേ. അപ്പോൾ എല്ലാവരും അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലായിരിക്കും. അപ്പോൾ ഇന്ത്യ ചരിത്രത്തിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഈവൻ്റാണ് ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ 1857 മുതൽ 1947 വരെയുള്ള പീരിയഡിൽ ഉണ്ടായിട്ടുള്ള മേജറായിട്ടുള്ള കുറച്ച് ഈവൻസാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അതിനകത്ത് ആദ്യമായിട്ട് 1857 ഈവൻ്റാണ് നമ്മൾ പറയുന്നത്. ഏതാണ്? ശിപായി മ്യൂട്ടിനി. ഈ ശിപായി മ്യൂട്ടിനി അല്ലെങ്കിൽ ഇതിനെ എന്താണ്, ഒന്നാം സ്വാതന്ത്ര്യ സമരം, ഫസ്റ്റ് ഫ്രീഡം സ്ട്രഗിൾ എന്നുകൂടി അറിയപ്പെടുന്നതാണ് റിവോൾട്ട് ഓഫ് 1857 അഥവാ ശിപായി മ്യൂട്ടിനി എന്ന് പറയുന്നത്. അപ്പോൾ ശിപായി മ്യൂട്ടിനി അത് സ്റ്റാർട്ട് ചെയ്തത് എവിടെ നിന്നാണ്? മെയ് 10, 1857 മീററ്റിൽ നിന്നും, അതായത് ഇന്നത്തെ ഉത്തർപ്രദേശിലെ മീററ്റിൽ നിന്നാണ് ഈ ഒരു കലാപം സ്റ്റാർട്ട് ചെയ്തത്. പിന്നീടത് ഡൽഹി, ആഗ്ര, കാൺപൂർ, ലക്നൗ അങ്ങനെ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് എന്ത് ചെയ്തു? സ്പ്രെഡ് ചെയ്തു. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തത് എവിടെ നിന്നാണ്? മീററ്റിൽ നിന്നാണ്. ഇതിൻ്റെ സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ഒറിജിൻ എന്ന് പറയുന്നത് മെയ് 10, 1857 ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇതറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ശിപായി മ്യൂട്ടിനി അല്ലെങ്കിൽ ശിപായി ലഹള എന്ന് പറയുന്നത്. അടുത്തതാണ് പാർട്ടീഷൻ ഓഫ് ബംഗാൾ. അതായത് 1905 ബംഗാൾ പാർട്ടീഷൻ നടന്നത്. ബംഗാൾ പാർട്ടീഷൻ ഒരു വലിയ ഈവൻ്റ് തന്നെയായിരുന്നു. ബംഗാൾ പാർട്ടീഷൻ നടത്തിയത് ലോർഡ് കഴ്സൺ ആണ്. അന്നത്തെ ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന ലോർഡ് കഴ്സൺ ആണ് ബംഗാൾ പാർട്ടീഷൻ നടത്തിയത്. അത് മുസ്ലിം മെജോറിറ്റി ഉണ്ടായിരുന്നത് ഈസ്റ്റേൺ ബംഗാളിലും ആസാമിലും ആയിരുന്നു. അതേപോലെ ഹിന്ദു മെജോറിറ്റി ഉണ്ടായിരുന്നത് കൽക്കട്ടയിലുമായിരുന്നു. അപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളെ ജാതീയമായ, അതായത് റിലീജിയസ് ഗ്രൗണ്ടിൽ വേർതിരിച്ച് അല്ലെങ്കിൽ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് പറയുന്ന ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് ബംഗാൾ വിഭജനം നടത്തിയത്. ജൂലൈ 20, 1905 അത് അനൗൺസ് ചെയ്യുകയും 16 ഒക്ടോബർ 1905 അത് ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ചെയ്തു. ദ നെക്സ്റ്റ് വൺ ഈസ് കോമഗത മാരു ഇൻസിഡൻറ്റ്. കോമഗത മാരു ഇൻസിഡൻറ്റ് നടന്നത് ഏപ്രിൽ 1914 അതായത് ഈ ഒരു ജാപ്പനീസ് ഷിപ്പായിരുന്നു കോമഗത മാരു എന്ന് പറയുന്നത്. ഈ ഒരു ഷിപ്പിൽ കുറച്ച് ബ്രിട്ടീഷ് ഇന്ത്യൻസ് എന്ത് ചെയ്തു? അവർ കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് മൂവ് ചെയ്തു. അങ്ങനെ വാൻകൂറിലെത്തിയിട്ട് ഷിപ്പ് 2 മാസത്തോളം അവളെ സ്റ്റേ ചെയ്തു. അതിനുശേഷം പിന്നീട് എന്താണ്, ചില കാരണങ്ങൾ കൊണ്ട് ഈ ഷിപ്പ് തിരിച്ച് കൽക്കട്ടയിലേക്ക് പോരുകയും കുറച്ച് ആളുകൾ കൽക്കട്ടയിലേക്ക് പോരാൻ നിർബന്ധിതരാകുകയും ചെയ്തു. അങ്ങനെ കൽക്കട്ടയിൽ വന്നിറങ്ങിയ 19 പാസഞ്ചേഴ്സിനെ അവിടെ എന്ത് ചെയ്തു? അവരവിടെ ഷോർട്ടഡ് ആവുകയും ചെയ്തു. അപ്പോൾ അതിനെയാണ് കോമഗത മാരു ഇൻസിഡൻ്റ് എന്ന് പറയുന്നത്. ഇത് ഹാപ്പൻ ചെയ്തത് ഏപ്രിൽ 1914 കേട്ടോ. ഈ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് നേരത്തെ പഠിക്കായിരുന്നു അല്ലേ? അതായത് നമ്മൾ സിവിൽ സർവീസ് എക്സാമിന് ഉള്ള ക്ലാസ്സുകൾക്ക് പ്രിപ്പയർ ചെയ്യുമ്പം ഈ ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ CC Plusൽ വെക്കേഷന് സിവിൽ സർവീസിൻ്റെ ബേസിക് ഇൻഫർമേഷൻസ് പഠിക്കാനുള്ള ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരും ഈ ചാൻസ് മിസ് ചെയ്യരുത്. നിങ്ങൾക്ക് സ്കൂളിലേക്കും അതേപോലെ കോമ്പറ്റേറ്റീവ് എക്സാംസിനും ഒക്കെ വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് CC Plusലുള്ളത്. സിലബസ് ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സാണ്. അപ്പോൾ 3 മാസം കൊണ്ട് നിങ്ങൾക്ക് ഇന്ത്യൻ ഹിസ്റ്ററിയും ഫ്രീഡം സ്ട്രഗിളും ഇന്ത്യൻ ജോഗ്രഫിയും ഇംഗ്ലീഷും കോംപ്രഹെൻഷനും ഒക്കെ പഠിക്കാൻ പറ്റുന്ന ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ആരും അത് മിസ് ചെയ്യരുത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ഈവൻറ്റിലേക്ക് പോകാം. അടുത്ത ഈവൻ്റ് എന്ന് പറയുന്നത് സ്വദേശി മൂവ്മെൻ്റ് ആണ്. സ്വദേശി മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബംഗാൾ പാർട്ടീഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാക്കിയ, അതായത് ഈ ലോർഡ് കഴ്സൺ ബംഗാൾ പാർട്ടീഷൻ കൊണ്ടുവന്നപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ ഒരു പ്രസ്ഥാനമായിരുന്നു സ്വദേശി മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. അന്നത്തെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് 20th സെഞ്ച്വറിയിൽ ഓഗസ്റ്റ് 7, 1905 സ്വദേശി മൂവ്മെൻറ്റിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത്. സ്വദേശി മൂവ്മെൻറ്റ് ഉണ്ടാവാനുള്ളൊരു റീസൺ എന്ന് പറയുന്നത് ലോർഡ് കഴ്സൺ നടത്തിയ ബംഗാൾ പാർട്ടീഷൻ്റെ റിസൾട്ടായിട്ടാണ്. അടുത്തതാണ് ഹോം റൂൾ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഹോം റൂൾ മൂവ്മെൻറ്റുമായിട്ട് ആരാണ് അതിൻ്റെ ഫൗണ്ടേഴ്സ് എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ മദ്രാസിൽ ഒറിജിനേറ്റ് ചെയ്ത ആനി ബസന്റും ബാലഗംഗാധര തിലകും കൂടെ സ്റ്റാർട്ട് ചെയ്ത ഫൗണ്ടേഴ്സ് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു ഹോം റൂൾ മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. 20th സെഞ്ച്വറിയിലാണ്
പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ആയിട്ടുള്ള അന്നത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് 20th സെഞ്ച്വറിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തതായിരുന്നു ഹോം റൂൾ മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. 1916 to 1918 അതായിരുന്നു അതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫൗണ്ടേഴ്സ് ആരാണെന്ന് മറക്കരുത്, ആനി ബസന്റും ബാല ഗംഗാധര തിലകുമാണ് അല്ലേ. ആനി ബസന്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ വനിതാ സാരഥിയായിരുന്നു ആനി ബസന്റ് എന്ന് പറയുന്നത്. മദ്രാസിലാണ് അതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത്. അടുത്തത് ചമ്പാരൻ സത്യാഗ്രഹമാണ്. ചമ്പാരൻ സത്യാഗ്രഹം അതായത് ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായിട്ട് പങ്കെടുത്ത സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹ എന്ന് പറയുന്നത്. 1917 ചമ്പാരൻ സത്യാഗ്രഹ. അതായത് ബീഹാറിലെ ചമ്പാരനിലാണ് ചമ്പാരൻ സത്യാഗ്രഹം ഉണ്ടായത്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ അവിടുത്തെ ഫാർമേഴ്സിനെ ഇൻഡിഗോ കൾട്ടിവേഷന് ഫോഴ്സ് ചെയ്തു. അതിൻ്റെ റിസൾട്ടായിട്ടുണ്ടായതാണ് ചമ്പാരൻ സത്യാഗ്രഹ. അന്ന് ആ സത്യാഗ്രഹയ്ക്ക് ലീഡ് കൊടുത്ത കീ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി ആയിരുന്നു. അപ്പോൾ മഹാത്മാഗാന്ധി ഇന്ത്യയിൽ പങ്കെടുത്ത ആദ്യത്തെ സത്യാഗ്രഹം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചമ്പാരൻ സത്യാഗ്രഹയാണ്. ചമ്പാരൻ സത്യാഗ്രഹം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഇൻഡിഗോ കൾട്ടിവേഷന് വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്തത് കൊണ്ടുണ്ടായ സത്യാഗ്രഹമാണ്. അതേപോലെ തന്നെ നടന്ന വർഷം ഓർത്തിരിക്കണം. അതേപോലെ ചമ്പാരൻ ഏത് ഡിസ്ട്രിക്റ്റിലാണെന്നുള്ള കാര്യവും ഓർത്തിരിക്കണം. ദ നെക്സ്റ്റ് വൺ ഈസ് റൗലറ്റ് ആക്ട്. റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത് കൊണ്ടുവന്നത് ഡിസ്നി റൗലറ്റ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് വൈസ്രോയി ആണ്. റൗലറ്റ് ആക്ട് കൊണ്ടുവന്നത് 1919 കൊണ്ടുവന്നത്. അപ്പോൾ വിചാരണ കൂടാതെ ഏതൊരു ഇന്ത്യക്കാരനെയും തീവ്രവാദിയാണെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ തടവിലിടാനുള്ള ഒരു നിയമമായിരുന്നു റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത്. റൗലറ്റ് ആക്ട് ആണ് ഇന്ത്യ ചരിത്രത്തിൽ തന്നെ പ്രധാനമായ മറ്റൊരു ഈവൻറ്റിന് വഴിതിരിച്ചത്. അത് ഏതാണെന്ന് നോക്കാം. അതാണ് ജാലിയൻ വാലാബാഗ് മസാക്കേർ. അതായത് ജാലിയൻ വാലാബാഗ്, അതായത് ഈ റൗലറ്റ് ആക്ടിന് എതിരെ പ്രതിഷേധിക്കാനായിട്ട് ഈ പഞ്ചാബിൽ അമൃത്സറിൽ ജാലിയൻ വാലാബാഗ്, അതായത് അമൃത്സറിനടുത്തുള്ളൊരു സ്ഥലമാണ് ജാലിയൻ വാലാബാഗ് എന്ന് പറയുന്നത്. അവിടെ ഒരുപാട് ആളുകൾ കൂട്ടം കൂടി ഇതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട്, റൗലറ്റ് ആക്ടിനെതിരായിട്ട് പ്രതിഷേധിച്ചുകൊണ്ട്. അങ്ങനെ അവിടെ വളരെ സമാധാനപരമായിട്ട് സമരം ചെയ്തുകൊണ്ടിരുന്ന ആളുകൾക്കെതിരെ എന്ത് ചെയ്തു? വെടിയുതിർത്തു. ആ വെടിവയ്പ്പിൽ ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടു. ഈ ജാലിയൻ വാലാബാഗ് മസാക്കേറിനെതിരെ അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊണ്ടുവന്ന കമ്മീഷൻ്റെ പേരാണ് ഹണ്ടർ കമ്മീഷൻ. എന്താണ് ആ കമ്മീഷൻ്റെ പേര്? ഹണ്ടർ കമ്മീഷൻ എന്നുള്ളതാണ്. എന്നാണ് ഏപ്രിൽ 13, 1919 ജാലിയൻ വാലാബാഗ് മസാക്കേർ ഉണ്ടായത് കേട്ടോ. അപ്പോൾ അമൃത്സർ മസാക്കേർ എന്ന് മറ്റൊരു പേര് കൂടി അതിനുണ്ട്. ഇനി അതെന്താണ്? റൗലറ്റ് ആക്ടിന് എഗനസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ജാലിയൻ വാലാബാഗ് മസാക്കേറിന് കാരണമായിട്ടുള്ള ആക്ട് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ റൗലറ്റ് ആക്ട് ആണ്. റൗലറ്റ് ആക്ട് കൊണ്ടുവന്നത് ആരാണ്? ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന ഡിസ്നി റൗലറ്റ് ആണ്. ഇതിനെതിരെ അന്വേഷിച്ച കമ്മീഷന്റെ പേര് ഹണ്ടർ കമ്മീഷൻ എന്നാണ്. ദിവസം മറക്കണ്ട, ഏപ്രിൽ 13, 1919 ആണ്. അടുത്തത് നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് ആണ്, നിസ്സഹകരണ പ്രസ്ഥാനമാണ്. 1919 മുതൽ 1922 വരെയാണ് നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് ഉണ്ടായത്. 4th സെപ്റ്റംബർ 1920 മഹാത്മാഗാന്ധി ആയിരുന്നു അതിന് നേതൃത്വം കൊടുത്തത്. അതായത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾക്ക് എതിരായിട്ടുള്ളതായിരുന്നു ഈ നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് എന്ന് പറയുന്നത്. അതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് 1919 മുതൽ 1922 വരെയാണ്. അടുത്തത് ഗദ്ദാർ പാർട്ടിയാണ്. ഗദ്ദാർ പാർട്ടി എന്ന് പറയുന്നത് ഇന്ത്യയിലല്ല അത് ഫോം ചെയ്തത്. അത് ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയ അരാജകത്വത്തിനെതിരെയായിട്ട് 1930 നോർത്ത് അമേരിക്കയിൽ രൂപം കൊണ്ടതാണ് ഗദ്ദാർ പാർട്ടി എന്ന് പറയുന്നത്. 15 ജൂലൈ 1913 ഗദ്ദാർ പാർട്ടിയുടെ ഫോർമേഷൻ എന്ന് പറയുന്നത്. സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കൂടെ 1913 കൊണ്ടുവന്നതാണ്. അന്നത്തെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ടുണ്ടാക്കിയ ഒരു നോൺ വയലൻ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ അടുത്തത് ഗാന്ധി ഇർവിൻ പാക്റ്റ് ആണ്. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ റെപ്രസെൻ്റ് ചെയ്തതുകൊണ്ട് ഗാന്ധിജിയും അതേപോലെ ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന ലോർഡ് ഇർവിനും തമ്മിലുണ്ടാക്കിയ ഒരു പാക്റ്റാണ് ഗാന്ധി ഇർവിൻ പാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട അവർ കുറച്ച് നിയമങ്ങളിലൊക്കെ ഒപ്പുവെച്ചു. അതായത് തടവിലാക്കപ്പെട്ട ആളുകളെ
അവരെ ഈ പറഞ്ഞതുപോലെ ജയിൽ മോചിതരാക്കുക തുടങ്ങിയ കരാറുകൾ ഒപ്പുവെച്ചതാണ് ഗാന്ധി ഇർവിൻ പാക്ട് എന്ന് പറയുന്നത്. അതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഗാന്ധിജിയും അതേപോലെ അന്നത്തെ വൈസ്രോയി ആയിട്ടുണ്ടായിരുന്ന ലോർഡ് ഇർവിനും തമ്മിലുള്ളതാണ് 1931 ഗാന്ധി ഇർവിൻ പാക്ട് എന്ന് പറയുന്നത്. 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. Then the Quit India movement was mass civil disobedience movement. It was launched by Mahatma Gandhi Indian National Congress in 1942, demanding to an end to British colonial rule in India. അതായത് ബ്രിട്ടീഷുകാരുടെ ഭരണത്തിനെതിരെ ഇന്ത്യയിൽ, അതായത് സ്വാതന്ത്ര്യത്തിന് മുന്നേ നടന്ന ഏറ്റവും വലിയ ഒരു കലാപം തന്നെയായിരുന്നു ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. UP, ബീഹാർ, കർണാടക, മഹാരാഷ്ട്ര അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ഒരു ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടായി. അതേപോലെ മഹാത്മാഗാന്ധിയാണ് ഈ ഒരു ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിന് നേതൃത്വം കൊടുത്തത് കേട്ടോ. ഈ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൽ ഗാന്ധിജി പറഞ്ഞ ഫേമസ് ആയിട്ടുള്ളൊരു കോട്ടായിരുന്നു ഡു ഓർ ഡൈ എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരു പീരിയഡാണ് 1947. അപ്പോൾ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നറിയാം. ആ ഒരു 1947 തന്നെയാണ് ഇന്ത്യനെ 2 ഡൊമൈൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തത്. ഇന്ത്യ എന്നും പാകിസ്ഥാൻ എന്നുമുള്ള 2 കൺട്രീസ് ആയിട്ട് റിലീജിയനെ ബേസ് ചെയ്തുകൊണ്ട് ഡിവൈഡ് ചെയ്തു. അത് ആ സമയത്തുണ്ടായിരുന്ന വൈസ്രോയി ആയിരുന്ന ലോർഡ് മൗണ്ട് ബാറ്റൺ ആണ് ഈ ഒരു പാർട്ടീഷൻ സെറ്റ് ചെയ്തത്. അതേപോലെ ആ ഒരു സമയത്ത് ഇന്ത്യ എന്നും പാകിസ്ഥാൻ എന്നുമായിട്ടുള്ള 2 കൺട്രീസ് അവിടെ ഫോം ചെയ്തു. ഇത്രയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഈവൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏത് ചോദ്യങ്ങൾ വന്നാലും നിങ്ങളെല്ലാവരും എഴുതണം. അപ്പോൾ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ തോന്നിയില്ലേ എത്ര സിമ്പിളാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന് തോന്നിയില്ലേ? വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ ഈ ഒരു സിവിൽ സർവീസിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ ഇതൊക്കെ പഠിച്ചു തുടങ്ങാം. നിങ്ങളുടെ മുന്നോട്ടുള്ള പഠനത്തിനൊക്കെ ഇത് സഹായകമായും. ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനും ഒക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളും അതേപോലെ തന്നെ ഇന്ത്യൻ ഹിസ്റ്ററിയും ജോഗ്രഫിയും ഒക്കെ. അപ്പോൾ ഇത് ഏറ്റവും സിമ്പിളായിട്ട് പഠിക്കാനായിട്ട് CC+ൻ്റെ സിവിൽ സർവീസ് ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇത്തരം ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുമല്ലോ അല്ലേ? അപ്പോൾ ഇതേപോലെ മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്